അപ്പം എന്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പൊ ചേട്ടനൊരു വില്ലന്റെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ മേ ബി ആ മൂവി അടിപൊളിയായിരിക്കും. എൻ്റെ കൂടെ ഈ ടേബിളിലിരുന്ന് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവൻ്റെ യോഗ്യത എന്താ? നമുക്ക് അദ്ദേഹത്തിൻ്റെ പരിപാടികളും പടങ്ങളും എല്ലാം ഇഷ്ടമാണ്. ഈ പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞാൽ ഇന്നത്തെയൊക്കെ കൂടുതൽ തവണ കണ്ടിട്ടുണ്ട്. ഒരു സിനിമ ചിലപ്പോൾ 20, 25, 30 തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ആവുമ്പം 2 പടം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പതിവ് പരിപാടി ആയി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ അത്രയും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഫേസ്ബുക്കിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് കാണേണ്ടത് അദ്ദേഹത്തെ കാണിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ്, പക്ഷേ അതിലുപരി അദ്ദേഹത്തെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടർമാരാണ് ഇത് കാണേണ്ടതെന്ന്. ഞാൻ ചെയ്ത റീമേക്ക് വീഡിയോയുടെ തന്നെ ആയിട്ടുള്ള നമ്മളെ കണ്ടിട്ടാണ് അവരും അതിൽ അങ്ങനെ ഒരു കണ്ടീഷനിൽ പോകുന്ന ഒരു ക്യാരക്ടർ വൈസിലേക്കാണ് എല്ലാവരും വിളിച്ചിരിക്കുന്നത്. അപ്പം ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. നമ്മൾ പല രീതിയിൽ അതിനെ വർക്കൗട്ട് ചെയ്യിക്കാന്നുള്ളതേ ഉള്ളൂ. എല്ലാ പോലീസുകാരും ചിരിക്കും. അന്ന് എൻ്റെ കൂടെ ഒരു 4-5 പോലീസുകാരുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചത് ചെയ്തത്. അപ്പോൾ അന്ന് ഞങ്ങളത് ചെയ്തൊന്ന് റെഡിയായി വരാനുള്ള സമയത്തേക്ക് അത് ടിക്ടോക്ക് നിന്നുപോയി. പോലീസിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും അത് തന്നെയാണ്. ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, പക്ഷേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. പല നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ആൾക്കാർ കിടക്കുകയാണ് 2-3 വർഷമായിട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരിവിടെ നിൽക്കുന്നത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ. 1 to Talkലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഒരു ഗസ്റ്റ് നമ്മുടെ ഫഹദ് ഫാസിലിലേക്ക് റീമേക്ക് ഒക്കെ ചെയ്ത് ഭയങ്കര വൈറലായ ഒരാൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വെൽക്കം ചെയ്യാൻ ബിബി. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഫഹദ് ഫാസിലിന്റെ മാത്രമല്ല ഒത്തിരി റീക്രിയേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഇപ്പോഴും മൈൻഡിൽ വരുന്നത് ആ ഒരു ഫഹദ് ഫാസിലിന്റെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഒരു സീൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഒത്തിരി റീക്രിയേഷൻ ചെയ്തു. പക്ഷെ ഏറ്റവും കൂടുതൽ അതാണ് ഫോക്കസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ ആൾക്കാർ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് ഫഹദ് ഫാസിലിൻ്റെ വീഡിയോ കുറച്ചുകൂടെ റീച്ച് പോയി. അപ്പോൾ ആ സമയത്ത് റീച്ച് പോയ സമയത്ത് ഞാൻ പിന്നെയും പുള്ളിക്കാരൻ്റെ തന്നെയാണ് പിന്നെ ഫോക്കസ്ഡ് ആയിട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഇപ്പോൾ ഒരു സിനിമയിൽ തന്നെയാണ് നമുക്ക് എത്രയോ സീൻസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് തന്നെ കുറച്ചുകൂടെ കയറി കൊടുത്തത്. അപ്പോൾ അതിലൂടെയാണ് കുറച്ചുകൂടെ ഒന്ന് ഫെയിം ആയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം എല്ലാവരും അങ്ങനെ അതിനെ കാണുന്നതെന്ന് തോന്നുന്നു. എങ്ങനെ ഈ ഫീൽഡിൽ വന്ന് പോലീസ് എന്തോലും ഞാൻ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അതിനി വല്ല മൂവിയുടെ ഇതാണോ, റിയൽ ആയിട്ട് പോലീസാണോ? പോലീസിലാണ്. റിയൽ ആയിട്ട് പോലീസ്. ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പോലീസുകാരൊക്കെ ഭയങ്കര ഗൗരവം അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ പണ്ട് തൊട്ടേ കണ്ടിട്ടും കേട്ടുള്ളത്. പക്ഷെ ഞാൻ ഇപ്പൊ ചേട്ടൻ്റെ അക്കൗണ്ട് നോക്കുമ്പോൾ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുക. അപ്പം സാധാരണ ഈ പോലീസുകാർക്കൊക്കെ നിന്ന് തിരിയാൻ സമയമില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നു? നിന്ന് തരാൻ സമയം ഉള്ളപ്പം ഈ പറഞ്ഞാൽ ഒരു 3-4 അടുപ്പിച്ച് അങ്ങ് ചെയ്യും. അപ്പോൾ അത്രയും സമയം നമ്മൾ ഈ പറഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് ഒഴിവ് കിട്ടുന്ന സമയത്ത് നമ്മളതൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ആ ഒരു സമയത്ത് അങ്ങ് ചെയ്ത് നോക്കും. അപ്പോൾ പിന്നെ നമ്മുടെ സമയത്തിനനുസരിച്ച് ഇടാലോ. അങ്ങനെയാണ് പിന്നെ ഇത് കൈകാര്യം ചെയ്ത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ പോലീസുകാർക്കൊക്കെ ഭയങ്കര ദേഷ്യം, ഗൗരവം, ചിരിക്കത്തൊന്നുമില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ റീൽസിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ നിൽക്കില്ല. അപ്പൊ അങ്ങനെ പോലീസുകാർക്ക് എങ്ങനെ ദേഷ്യമൊന്നും? എല്ലാ പോലീസുകാരും ചിരിക്കും. എല്ലാവരും ഗൗരവം എന്ന് പറഞ്ഞാൽ ജോലിയുടെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ സ്റ്റേഷനിൽ വെച്ച് കാണുന്നോണ്ടായിരിക്കാം അങ്ങനെ ആയിരിക്കും. അപ്പം അവിടെ ഓരോ പണിയല്ലേ, പണിയുടെ ഇടയ്ക്ക് പിന്നെ അങ്ങനെ ചിരിക്കുക എന്നുള്ള കണ്ടീഷനിലോ പണിയായിട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ ചിരിക്കാനുള്ള സാഹചര്യം ഉണ്ട്. ചിരിക്കാം. ഒരു പോലീസുകാരും ചിരിക്കുന്ന കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ഇവരെന്ത് ഇങ്ങനെ ഞാൻ കാര്യത്തിന് സ്റ്റേഷനിൽ പോയപ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മളെന്തോ കടിച്ചു കീറാൻ നിൽക്കുമ്പോൾ ജോലിയുടെ ബുദ്ധിമുട്ടുകൾ നമുക്കത് ഫീൽ ചെയ്യുന്നതായിരിക്കും. വേറെ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം എങ്ങനെയാ ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെ തുടങ്ങിയത്? ചുമ്മാ റീൽസ് ഒക്കെ എടുത്ത് റീൽസ് പറഞ്ഞ പോലെ ടിക്ടോക്കിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് എൻ്റെ കൂടെ ഒരു 4-5 പോലീസുകാരുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചത് ചെയ്തത്. അപ്പോൾ അന്ന് ഞങ്ങളത് ചെയ്തൊന്ന് റെഡിയായി വരാനുള്ള സമയത്തേക്ക് അത് ടിക്ടോക്ക് നിന്നുപോയി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നേരത്തെ ഞങ്ങൾ എറണാകുളത്തൊക്കെ ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ ഇടുക്കിയിലാണ്. ഇപ്പോൾ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽ ഡ്യൂട്ടി പരിപാടിയായി. ഇപ്പോൾ എല്ലാവർക്കും ഓരോരോ പരിപാടികളും ഇതുമായി. അപ്പം നമുക്ക് പിന്നെ അതിനോടൊരു താല്പര്യം ഉള്ളത് കൊണ്ട് പിന്നെ അതെങ്ങനെ ഇടാം എന്നൊക്കെ ഒന്ന് ആലോചിച്ച് വന്നപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ഇട്ടു. ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ടാണ് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോഴാണ് അത് റീലിലേക്കൊക്കെ ആയത്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് മാത്രമേ കാണുള്ളൂ. പിന്നെയാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് വരുന്നത്. അപ്പോൾ അതിൽ പിന്നെ നമുക്കൊന്ന് ഇട്ട് നോക്കാം, ഒന്ന് ശ്രമിച്ച് നോക്കാം എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ പിന്നെ ഒന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് കുഴപ്പമില്ലാതെ. ഫസ്റ്റ് ഫഹദിൻ്റെ തന്നെയാണ് വൈറലായത്. എനിക്ക് തോന്നുന്നു മറ്റേ
കുമ്പളങ്ങിയിലാന്ന് തോന്നുന്നു ഷമ്മിയുടെ മോശം മോശം ആ ആ സാധനം. മോശം അത് തന്നെയാണ് ആ ഒരു കട്ട് ഉണ്ടായിരുന്നു എന്ന് എല്ലാരും പറഞ്ഞു വെച്ചാൽ ആ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫേസ് എക്സ്പ്രഷന് നമുക്കൊരു ഫഹദിന്റെ ഒരു ഇത് ആ ഒരു ക്യാരക്ടർ ഫഹദിന്റെ ആ ഒരു സെയിം സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാ അത് മേക്ക് ചെയ്യുന്നത്? അപ്പോൾ അറിയില്ല, സത്യം പറഞ്ഞാൽ അറിയില്ല. നമ്മൾ പരമാവധി ആ ഡയലോഗ് അല്ലെ പുള്ളി കാണിച്ചിരിക്കുന്ന പരിപാടി പുള്ളിയുടെ നല്ല എല്ലാ നടന്മാരുടെ നമ്മൾ അത്ര സിനിമ അത്രമേൽ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് പണ്ട് തൊട്ടേ, ചെറുപ്പം തൊട്ട്. ഏത് സിനിമ 5, 6, 10 തവണ കണ്ടാലും നമ്മളത് ചെറിയ സ്ക്രീനിൽ നമ്മൾ കാണാറുണ്ട്, ടി വിയിലൊക്കെ കാണാറുണ്ട്. ചെറുപ്പം തൊട്ടേ ഇതൊക്കെ തന്നെ നമ്മൾ സിനിമ കണ്ടിട്ടാണ്. അപ്പോൾ അത്രയും ഇഷ്ടമുണ്ട് സിനിമയോട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഭിനയം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് അതിന് ഒരു കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടാണ് നമ്മൾ അങ്ങനെ അതിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നപ്പോൾ അങ്ങനെ ഒക്കെ വന്നതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പം നമ്മൾ പരമാവധി അത് പെർഫെക്റ്റ് ആക്കി വിടാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. തുടക്കമെല്ലാം നമ്മളും എല്ലാവരെ പോലെ തന്നെ നോർമൽ കുഴപ്പമില്ല ഇടാന്ന് വെച്ചു. അപ്പോൾ പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ 2-3 തവണയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ എന്നാൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാം എന്ന് വെച്ചിട്ട് അങ്ങനെ പരമാവധി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തന്നെ കിട്ടുന്ന ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഇട്ടത്. മേ ബി അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും അതിനോടൊരു താല്പര്യം തോന്നുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട സമയത്ത് വ്യൂസ് കയറുന്നതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ, നിനക്ക് സിനിമയിൽ കയറിക്കൂടെ, സിനിമയിൽ കുറച്ച് നല്ല ഫോക്കസ് ആയിട്ടുള്ള റോൾസ് ചെയ്തുകൂടെ? സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അത് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എയിം അതാണ്. തീർച്ചയായിട്ടും എയിം മൂവി ആണെങ്കിൽ എങ്ങനെയാണ് അപ്പൊ ഈ ഒരു പോലീസിന്റെ ഇതിലോട്ട് വന്നത്? ഇഷ്ടം ഉണ്ടായിട്ടാണോ? അല്ല, ആ സമയത്ത് ഞാൻ പറയാം, നമ്മൾ ഇടുക്കിയിലായിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോകാവുന്ന ഒരു ചിന്ത കാര്യങ്ങളൊന്നും ഇല്ല. ഇടുക്കിയിൽ എന്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല, ഇടുക്കി നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം നിങ്ങളിപ്പോൾ കൊച്ചിയിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഓഡീഷൻ പോയപ്പം പല നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ആൾക്കാർ കിടക്കുകയാണ് 2-3 വർഷമായിട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരിവിടെ നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി ഞാനിപ്പോൾ ജോലിക്ക് കയറിയിട്ട് 10 വർഷമായി. 10 വർഷം ട്രെയിനിങ് കയറി 2015 തൊട്ട് ഇവിടെ വരെ, അല്ലെ ഈ ഒരു 4 വർഷം മുമ്പ് വരെ എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല. നമ്മൾ ജോലി കാര്യങ്ങളായിട്ട് പോകുന്നു. പിന്നീട് ഈ പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, ഇടുക്കിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, കുറച്ചുകൂടി ഒന്ന് നോക്കാം എന്നുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെയാണ് അതിലേക്ക് പിന്നെ കുറച്ചുകൂടെ ഇറങ്ങി വരുന്നത്. അപ്പം അങ്ങനെ ഒരു റോൾസ് വരുവാണെങ്കിൽ ഏത് റോള് ചെയ്യാൻ ആഗ്രഹം? എനിക്ക് തോന്നിയതെന്ന് അറിയോ, എനിക്ക് കുറച്ച് റീഡ് കണ്ടപ്പം വില്ലനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റൊരു സാധനം ഉണ്ടല്ലോ, CID മൂലംകുഴി സഹദേവൻ, ആ ഒരു അത് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു വില്ലന്റെ ഒരു സാധനം ചെയ്യുന്നുണ്ട്. അപ്പം എന്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പം ചേട്ടനൊരു വില്ലന്റെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ മേ ബി ആ മൂവി അടിപൊളിയായിരിക്കും. അപ്പം ഏത് റോള് ചെയ്യാൻ അപ്പൊ കൂടുതൽ ഇഷ്ടം? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമില്ല. ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലും റോളുകൾ കിട്ടിയാൽ സന്തോഷം. ക്യാരക്ടർ അഭിനയിക്കാൻ ഇഷ്ടം. ചിലവർക്ക് ഈ സീൻ പറ്റത്തില്ല, ചിലവർക്ക് ഇമോഷണൽ സീൻ അഭിനയിക്കാൻ ടാസ്ക് ആയിരിക്കും. ഇപ്പൊ ഞാൻ പണ്ടത്തെ കുറെ കോമഡി ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അവർക്ക് കൂടുതലും ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനാണ് വഴങ്ങുന്നത്. ഇമോഷണലി പറ്റത്തില്ലായിരിക്കും, ചിലപ്പം ദേഷ്യം പറ്റത്തില്ലായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ കൂടുതലും ആൾക്കാർ ക്യാച്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും വൈറലായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നതും അങ്ങനത്തെ ഒരു ഈ പറഞ്ഞൊരു വില്ലനിസം അല്ലെ ഒരു സൈക്കോ ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ്. അതുപോലെ ഷോർട്ട് ഫിലിം മുതലാണ് ചെയ്തപ്പോഴും അങ്ങനെ ഒരു രീതിയിലുള്ള ഞാൻ ചെയ്ത റീമേക്ക് വീഡിയോയുടെ തന്നെ ആയിട്ടുള്ള നമ്മളെ കണ്ടിട്ടാണ് അവരും അതിൽ അങ്ങനെ ഒരു കണ്ടീഷനിൽ പോകുന്ന ഒരു ക്യാരക്ടർ വൈസിലേക്കാണ് എല്ലാവരും വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അടുത്ത് നമ്മുടെ ജിംഷി ഖാലിദ് അദ്ദേഹത്തെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഒരു വേദിയിൽ വെച്ച് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഒരുപാട് സന്തോഷമായി. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഈ ഫഹദിൻ്റെ വീഡിയോ ഒരുപാട് റീച്ചായി, അപ്പോൾ അദ്ദേഹത്തെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എത്തിയില്ല, അറിയില്ല, കോണ്ടാക്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് അദ്ദേഹം ഒന്ന് കണ്ടാൽ കൊള്ളാം. കാരണം അപ്പോൾ അത്രയും വീഡിയോസ് അത്രയും വൈറലായതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും സ്വാഭാവികമായിട്ട് വരുന്നൊരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കാണേണ്ടത് അദ്ദേഹത്തെ കാണിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ്, പക്ഷേ അതിലുപരി അദ്ദേഹത്തെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടർമാരാണ് ഇത് കാണേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു വളരെ പോസിറ്റീവായിട്ട് വേറൊരു മോഡാണ് എനിക്ക് വന്നത്. അപ്പം അത് ശരിക്കും അത് തന്നെയാണ് അത് വേണ്ടത് എന്ന് എനിക്ക് തോന്നി. അപ്പം ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഏതെങ്കിലും ഞാൻ മറ്റേ പുള്ളിയുടെ കമന്റ്സ് കണ്ടായിരുന്നു, മറ്റേ CID മൂസയുടെ റീമേക്ക് ചെയ്ത സമയത്ത് പുള്ളിക്കാരൻ എന്തെങ്കിലും മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മെസ്സേജ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി ഒരു തവണ മെസ്സേജ് അയച്ചു. അപ്പം നമ്മൾ ഒരു തവണ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്, ഒരു തവണ മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ. അതാണ്. അപ്പോൾ ആദ്യമേ തന്നെ പുള്ളിക്കാരനെ ഞാനത് മെസ്സേജ് അയച്ചു. അപ്പോൾ പിന്നെ ഇനി അത് പുള്ളിക്കാരൻ അത് റിപ്ലൈ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു തവണ അയച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ സാധനം പുള്ളിക്കാരൻ വന്നിട്ട് കമന്റ് ഇടുന്നത്. ഇപ്പം
ഞാൻ എനിക്ക് സന്തോഷം, വളരെ സന്തോഷം എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് ഇടാൻ നോക്കിയപ്പോൾ മെസ്സേജ് പോകുന്നില്ല. അപ്പം കമന്റ് ഇട്ടല്ലോ, അദ്ദേഹം കണ്ടു, സമയത്ത് അതിൽ ഭയങ്കര സന്തോഷം. സന്തോഷമായിരുന്നില്ലേ? പ്രതീക്ഷിക്കാതെ ആയിരുന്നില്ല? തീർച്ചയായിട്ടും അത് മെൻഷൻ ചെയ്ത് ഒരാളത് കണ്ട് അദ്ദേഹം തന്നെ, അയാളെ തന്നെ നമ്മൾ അഭിനയിച്ച് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ അതിൽ വന്നിട്ട് കമന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ഈ ഒരു സംഭവം തുടങ്ങിയതിന് ശേഷം ഈ നമ്മുടെ ഈ പോലീസിന്റെ ആ ഒരു സൈഡിൽ നിന്ന് എന്തെങ്കിലും ഭയങ്കര അപ്രിസിയേഷൻ ഒക്കെ കിട്ടാറുണ്ടോ? ഭയങ്കര അഭിനയമൊക്കെയാണ് അടിപൊളി നിങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ? എല്ലാവരും പറയാറുണ്ട്, സുഹൃത്തുക്കളെല്ലാവരും സപ്പോർട്ടാണ്. പ്രതിയൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ദേഷ്യത്തിൽ ചേട്ടനല്ലേ മറ്റേ റീലൊക്കെ ചെയ്യും അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് ഏതെങ്കിലും പ്രതി? ഞാനിങ്ങനെ ആലോചിക്കും, ഏതെങ്കിലും പ്രതിയൊക്കെ ലോക്കപ്പിൽ ഇടുമ്പോൾ എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ ചേട്ടന്റെ അഭിനയമൊക്കെ സൂപ്പറാവും. ഇല്ല, പ്രതികൾ ഇതുവരെ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഇടിക്കാറൊക്കെ ഉണ്ടോ പ്രതികളൊക്കെ? ഇല്ല, ഞാൻ ഫോറൻസിക്കിലായിരുന്നു കഴിഞ്ഞ, കരിപ്പനൊന്നും നമ്മള് ലോക്കൽ സ്റ്റേഷനിലേക്കൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫോറൻസിക്കിലായിരുന്നു ഇപ്പോൾ 5 വർഷമായിട്ട്. ഇപ്പോൾ മാറി, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം അല്ല എൻ്റെ അടുത്ത വർഷമൊക്കെ ആയിട്ട് ലോക്കൽ സ്റ്റേഷനിലേക്ക് വരുള്ളൂ. അപ്പം നമ്മൾ മറ്റേ തെളിവെടുപ്പ് പരിപാടി അങ്ങനെയൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുന്നില്ല, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഒരുപാടുണ്ടാവും. പോലീസിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും അത് തന്നെയാണ്. ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, പക്ഷെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെയൊക്കെ സ്ട്രെസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട്. ബാക്കി ജോലി പോലെയല്ലേ, വീട്ടിൽ വന്നാൽ നമുക്ക് കോൾസ് വരും, ഒരു സ്ട്രെസ് വരും, കുറെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും അതുണ്ട്. അതിനൊരു റിലീഫാണോ ഈ റീൽസും? പിന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ല, നമുക്ക് സന്തോഷമുള്ള കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ. ഇത് വൈറലായ സമയത്ത് ഒത്തിരി ഇതുപോലെ വേറെ ഇന്റർവ്യൂസും അമൃത ടിവിയില്, ഫ്ലവേഴ്സോ അമൃത ടിവിയിലൊക്കെ അതിലേക്ക് ഇത് വന്ന സമയത്ത് എന്തായിരുന്നു? ഭയങ്കര സന്തോഷം. ഈ ഒരു ഒറ്റ റീല് കാരണം? തീർച്ചയായിട്ടും, കാരണം അമൃത ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് അത് പോകുന്നത്. TV പ്ലാറ്റ്ഫോമിലുണ്ട്, അവരുടെ യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, അതുപോലെ ഇൻസ്റ്റയിലുണ്ട്. അപ്പം അത്രയും ചിലപ്പോൾ നമ്മളിടുന്നേക്കാൾ കൂടുതൽ റീച്ച് അതിന് കിട്ടി. നമ്മളെ കൊളാബറേഷൻ ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്, പക്ഷെ അവർ തന്നെ അവരുടെ ചാനലിൽ അത്രയും ഒരു ഫെയിം ആയിട്ടുള്ളൊരു ചാനൽ ഇടുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫെയിം ആവുകയാണ്. നോർമൽ രീതി നമ്മളിടുന്നേക്കാൾ കൂടുതൽ അതിൽ കുറച്ചുകൂടെ സന്തോഷമുണ്ട്. അതിൽ വന്നു. അതെ, തീർച്ചയായും. ഫാമിലിയൊക്കെ സപ്പോർട്ടാണോ ഈ കാര്യത്തിൽ? അതെ, തീർച്ചയായും. വൈഫൊക്കെ എടുത്ത് പറയും, ഫാൻസ് ഒക്കെ കുറച്ച് ഒളിപ്പിച്ച് വെക്കുമായിരുന്നു. വൈഫും കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കുട്ടിക്ക് 4 വയസ്സ്. 4 വയസ്സ്. ഓക്കെ. അപ്പം വൈഫൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്? തീർച്ചയായിട്ടും. വൈഫാണ് ഇടയ്ക്ക് വീഡിയോ എടുത്തു തരുന്ന, മൂവ്മെന്റ് ഉള്ള വീഡിയോസ് എല്ലാം വൈഫാണ് എടുത്തു തരുന്നത്. വൈഫ് പറയാറുണ്ട് മൂവിയൊക്കെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ടാണ്. ഞാൻ കേട്ടുള്ളതെന്ന് വെച്ചാൽ ഈ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് സിനിമയിൽ എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്. അതായത് ഈ കഴിവ് അവര് കാണുന്നില്ല. ചില ആൾക്കാരൊന്നെങ്കിൽ സൗന്ദര്യം, അല്ലെങ്കിൽ എന്തുവാ, പെൺകുട്ടികൾ ആരെയോ പറഞ്ഞ പെൺകുട്ടികൾ അവരെ സൗന്ദര്യം നോക്കിയെടുക്കുന്ന നായികമാർ ഒത്തിരി ഉണ്ട്. പിന്നെ എന്തുവാ, പൈസ ഉള്ളത്, അല്ലെങ്കിൽ കോണ്ടാക്ട് ഉള്ളത്, ഹോൾഡ് ഉള്ളത്, ഇങ്ങനെയൊക്കെ ആൾക്കാരെയാണ് മൂവിയിൽ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഓഡീഷനിൽ രാവിലെ പോയിട്ട് ഇത്ര ടൈം വെയിറ്റ് ചെയ്താൽ പോലും നമുക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. പല ആൾക്കാരും പറയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഓഡീഷനിൽ? ഇല്ല, അതൊരു എനിക്കൊന്ന് പണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. ഇപ്പം ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. നമ്മൾ പല രീതിയിൽ അതിനെ വർക്കൗട്ട് ചെയ്യിക്കാന്നുള്ളേ ഉള്ളൂ. സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോം. മൂവി നമുക്കൊരു ഫേസ് വരണമെങ്കിൽ കുറച്ചൊന്ന് കഷ്ടപ്പെടണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓരോ പരിപാടികൾ നമ്മൾ ഒരു പ്ലാൻ ഇടും, അത് പൊട്ടും, അടുത്ത പ്ലാൻ ഇടും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാനിൽ എല്ലാ രീതിയിലും നമ്മൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം വീഡിയോ വൈറലായല്ലോ, നമുക്ക് ഈ വീഡിയോ വെച്ചിട്ട് നമുക്ക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കാം. പണ്ടത്തെ പോലെ നേരിട്ട് നമുക്ക് സെറ്റിൽ പോകണ്ട. ഞാൻ സെറ്റിൽ പോകാറുണ്ട്, ഡയറക്ടർമാരെ കാണാറുണ്ട്, അവർക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് കുറച്ച് പേരെ നമുക്ക് തിരിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്ക് വീഡിയോക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാവാം. അപ്പോൾ അവരെ ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ ഇങ്ങോട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്, സിനിമയിൽ നോക്കാം എന്നുള്ള കണ്ടീഷൻ ഇങ്ങോട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ കാണുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ പറഞ്ഞ 3-4 വഴികളായി. അപ്പം അങ്ങനെ പല വഴി കൂടെ വന്നാൽ അതുപോലെ തന്നെ ഓഡീഷൻ പോകാറുണ്ട്. ഈയിടെ കൂടെ ഓഡീഷൻ പോയിട്ട് വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും വർക്കൗട്ട് ആവുമായിരിക്കും. ബുദ്ധിമുട്ടാണ്. റീൽസ് വൈറലായോണ്ട് ആ രീതിയിൽ ഇപ്പൊ ഈ റീൽസ് ഒന്നും വൈറലാവാതെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും അവർ അഭിനയിച്ചിട്ടും വൈറലാവാതെ നിന്നിട്ടും അവർക്ക് ഒരു ഓഡീഷനും കിട്ടാതെ നിൽക്കുന്ന കുറെ ചെറുപ്പക്കാർ ഒരുപാടുണ്ട്. ഈ ഓഡീഷൻ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്ത് അതിനു വേണ്ടി ഓടുന്ന ബോയ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പം ഈയിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഓഡീഷന് പോയപ്പോഴാണ് അവരിങ്ങനെ പറയുന്നത് 3 വർഷമായിട്ട് അല്ലെങ്കിൽ 4 വർഷമായിട്ട് എറണാകുളത്ത് വന്നിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രം താമസിക്കുക. അപ്പോൾ അതിനുവേണ്ടി മാത്രം ഇപ്പോൾ ജോലി അങ്ങനെ ഒരു കാര്യം നോക്കാതെ അതിനുവേണ്ടി മാത്രം താമസിക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഞെട്ടലാണ് ഒരു സൈഡിൽ നിന്ന്. അവരൊക്കെ അപ്പോൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു. നമ്മൾ വേറൊരു രീതിയിൽ അത് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നു, അപ്പോൾ അവർ വേറൊരു രീതിയിൽ ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തർ ഓരോ വഴിയാണ്. അപ്പോൾ
ഈ പറഞ്ഞാൽ നമ്മളത് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ചിന്തിച്ച് ചെയ്യാനുള്ള ചെയ്യുക. ഇപ്പോൾ വർക്കൗട്ട് എവിടെ ആകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുവാണെങ്കിൽ ഞാൻ സെറ്റിൽ ചെല്ലാറുണ്ട്, അന്വേഷിച്ച് കണ്ടുപിടിച്ച് എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പരമാവധി എനിക്ക് സമയം ജോലിയുടെ ഇത് കഴിഞ്ഞുള്ള സമയമുള്ള സമയത്ത് ഞാൻ സെറ്റിൽ ചെല്ലാറുണ്ട്, അവരെ കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നമ്മൾ ആരാണെന്നുള്ള അവരെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പം അല്ല, ചിലപ്പോൾ പറയാറുണ്ട് ഈ സെറ്റിൽ പോകുന്നൊക്കെ പണ്ടത്തെ പരിപാടിയാണ്, അതിൽ പോയിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനത് പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. സെറ്റിൽ പോയിട്ട് അവസരങ്ങൾ എനിക്ക് മറ്റേ മമ്മൂട്ടിയുടെ ഒക്കെ ഓർമ്മ, നിങ്ങൾക്കൊരു നടനാവണമെന്ന് ആഗ്രഹിക്കണ്ടേ, മമ്മൂട്ടി കുറെ സെറ്റിലൊക്കെ പോകില്ല സിനിമയില്, ആ ഒരു ഡയലോഗ് ഒക്കെ ഓർമ്മ വരുന്നു. ഇപ്പോ പണ്ടത്തെ സിനിമ ഒത്തിരി നടന്മാരും നടിമാരൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ആക്ട്രസിന് വരുന്നില്ല എന്നുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പം അഭിനയത്തിന്റെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു നടൻ നടിയൊക്കെ അത് അഭിനയത്തിൽ ഇത്രയും ഇതുപോലെ ഒരു അഭിനയിക്കാൻ കഴിവ് വേറെ കണ്ടിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു നടൻ ഇതുവരെയുള്ള നടന്മാരില്ല. ലാലേട്ടൻ ലാലേട്ടൻ ഫാനാണ്. തീർച്ചയായും എല്ലാവരും ഫാനാണ്. ഇത്ര ലാലേട്ടൻ എന്നില്ല, നമുക്കിപ്പം ആ സമയത്ത് എപ്പോഴും ലാലേട്ടൻ്റെ ഫാൻ അല്ലാത്ത ആരാ ഉള്ളത്? ലാലേട്ടൻ, മമ്മൂക്ക, അതുപോലെ തന്നെ മമ്മൂട്ടി ഫാൻ. ലാലേട്ടൻ ഇഷ്ടം, അഭിനയൊക്കെ അടിപൊളിയാണ്. നമുക്കൊരു ഇൻസ്പിറേഷനാണ്. കാരണം ഇവർ അഭിനയിക്കുന്നത് അല്ലെ, ഇവർ ഒരെണ്ണത്തിൻ്റെ അത് അഭിനയിച്ച് കഴിയുമ്പോൾ വേറെ അടുത്തത് വരുമ്പോൾ അവരായിട്ട് തോന്നിക്കുന്നില്ല. അതെങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയുള്ള പഠനം കാര്യങ്ങൾ ഇതെല്ലാം നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളും അഭിനേതാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവുമ്പം 2 പടം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പതിവ് പരിപാടി ആയി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഫെയിലായി. അപ്പം അതെങ്ങനെ ഇവർ ചെയ്യുന്നതെന്നൊക്കെയുള്ള പഠനം കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഇത് എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരിക്കലും അത് അവസാനിക്കുന്നില്ലല്ലോ. പണ്ടത്തെ ഒത്തിരി സിനിമകളുണ്ട്, അതായത് അടിപൊളി, നമുക്ക് ഇമോഷണലി നമ്മുടെ മൈൻഡിന് ഇതാവുന്നതും കണ്ടാലും നമ്മൾ ഇപ്പോഴത്തെ സിനിമ നമ്മൾ കണ്ടാൽ റിപ്പീറ്റ് അടിച്ച് കാണത്തില്ല. ഒരിക്കൽ തിയേറ്ററിൽ പോയാൽ അതങ്ങ് നിൽക്കും. പക്ഷെ പണ്ടത്തെ സിനിമ നമുക്ക് ഇപ്പോഴും ടി വിയിൽ വന്നാലോ ഫോണിൽ വന്നാലോ നമ്മൾ ഇരുന്ന് കാണാം. ആ ഒരു പണ്ടത്തെ ഒരു സ്റ്റോറി പോലെ ഇപ്പോഴത്തെ ഒരു സ്റ്റോറി വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് മൂവീസിലൊക്കെ. ഓരോ കാലഘട്ടത്തിൻ്റെ ഓരോ കാര്യങ്ങളല്ലേ. ഇപ്പം ഏറ്റവും നല്ല രീതിയിലല്ലേ നമ്മൾ ശരിക്കും പോയിക്കൊണ്ടിരിക്കുക. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മൂവിയുടെ ഒരു സ്റ്റോറി പാറ്റേണും അപ്പോഴത്തെ ഒരു അഭിനേതാക്കളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ പണ്ടത്തെ ഒത്തിരി നടിമാരുണ്ട്, ശോഭന, ഉർവശി, മഞ്ജു വാര്യർ എന്നൊക്കെ ഒത്തിരി നടിമാരുണ്ട്. പക്ഷെ ഞാൻ കുറെ റീൽസ് കണ്ടുള്ള ഇപ്പോഴത്തെ നടിമാരെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന വെച്ചാൽ അഭിനയത്തിന്റെ ഒരു ഇത് മേ ബി എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആ ഒരു നാട്ടിൻപുറത്തിന്റെ ഭംഗിയില് ശോഭനയായാലും മഞ്ജു വാര്യരായാലും ആ ഒരു രീതിയിൽ ഇപ്പൊ കണ്ടിതായിട്ടുള്ള എനിക്ക് 90s കിഡിന് ഏറ്റവും ഇഷ്ടം പണ്ടത്തെ നടിമാരെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ നടിമാരെ പണ്ടത്തെ. നമ്മൾ അന്നത്തെ കാലത്ത് കണ്ടുകൊണ്ടിരുന്ന മൊത്തം നമ്മൾ പറയാം, ഇപ്പോഴല്ലേ നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് തിയേറ്ററിൽ പോകുന്നത്. ഇപ്പം നമ്മൾ തിയേറ്ററിൽ പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റോ കൈരളി TV-യിലോ ഒക്കെ വരുന്ന സിനിമകളെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ ഇന്നത്തെയൊക്കെ കൂടുതൽ തവണ കണ്ടിട്ടുണ്ട്. ഒരു സിനിമ ചിലപ്പോൾ 20, 25, 30 തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഒരാഴ്ച വരുന്നത്, ഇപ്പം ഞായറാഴ്ച ഒരു സിനിമ വരുന്നത് ചിലപ്പോൾ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും അത് തന്നെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ അടുത്ത ദിവസം എന്തെങ്കിലും വരും. ഇപ്പോൾ ഏഷ്യാനെറ്റ് ഇട്ട സാധനം അടുത്ത ചാനലിൽ ചിലപ്പോൾ വരാം, അവരുടെ തന്നെ സബ്ബായിട്ടുള്ള ചാനലുകൾ വരാം, ഏഷ്യാനെറ്റ് പ്ലസ് അങ്ങനെയൊക്കെ വരാം, മാറിയും തിരിഞ്ഞും വരാം. അപ്പം അങ്ങനെ വരും. നമ്മൾ പിന്നെയും നമുക്ക് ഇഷ്ടമുള്ള പടങ്ങളാണ് നമ്മൾ വേറെ പരിപാടി ഇല്ലെങ്കിലും ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് കുറെ പ്രാവശ്യം കണ്ട സിനിമ ചെറുപ്പത്തിൽ ഏതായിരിക്കും? വെയിറ്റ് ചെയ്ത് എങ്ങനെയത്? ഇപ്പം ചില സിനിമ നമുക്ക് ഇഷ്ടമാണ്, കണ്ടതായിരിക്കും, പക്ഷെ ഇപ്പം രാവിലെ പരസ്യം കാണിക്കുമല്ലോ 7 മണിക്ക് ഏഷ്യനെറ്റ് മൂവീസിലെന്നോ. ഒരുപാടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് പടമില്ല, ഒരുപാട് പടമുണ്ടല്ലോ. ഒരുപാട് പടമുണ്ട്. എന്നാലും നമുക്ക് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കോമഡി പടങ്ങൾ കാണാനായിട്ട് താല്പര്യമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പറക്കും കളിയ, മറ്റേ ദിലീപിന്റെ കുറെ സംഭവം, അതൊക്കെ ഇപ്പോഴും വന്നാലും നമ്മൾ കണ്ടോണ്ടിരിക്കും. എനിക്ക് ഇപ്പോഴത്തെ മൂവീസിനെ കാട്ടി എനിക്ക് പണ്ടത്തെ കുറച്ച് മൂവീസ് നമുക്ക് റിപ്പീറ്റ് അടിച്ച് കാണാൻ തോന്നും. ഇനിയിപ്പോൾ റീക്രിയേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇനി കുറച്ച് ക്യാമറയിൽ, അതായത് ഫോണിലല്ലാതെ റിയൽ ആയിട്ട് ഇപ്പം അതുപോലത്തെ സ്പോട്ട് വേറൊരാളെയും കൂടെയൊക്കെ വെച്ച് അതുപോലത്തെ ഒരു റീക്രിയേഷൻ ചെയ്യുന്നത് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. നമുക്ക് അതിനുള്ള ഒരു ടീമിന്റെ ഒരു പ്രശ്നമുണ്ട്, ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടീമിന്റെ ഒരു സ്റ്റോറി കിട്ടാൻ പോയി. എനിക്ക് ഇങ്ങനെ ഒരു ടീം വേണം, എത്ര അഭിനയിക്കുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും ഞാൻ തിരക്കാറുണ്ട്, നമുക്ക് അവിടെ ഉണ്ട് എല്ലാവരുടെയും ഒരു സമയം കാര്യം, കാരണം എല്ലാവരും അവിടെ ജോലി പരിപാടികൾ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അത് ശ്രമിക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ ഇനി റീക്രിയേഷൻ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ? ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. ഇനിയിപ്പോ ഏതായാലും കണ്ടന്റ് പിടിക്കണം. ഇപ്പം ഈ നമ്മള് CID-യും മറ്റേ ഫഹദ് ഫാസിലിന്റെ അല്ലാതെ വേറെ എന്തെങ്കിലും നന്നായിട്ട് ചെയ്തൊരു വൈറലായ ഒരു സംഭവം ഓർമ്മയുണ്ടോ? CID മൂസയല്ലാതെ പിന്നെ സാധനം പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്ത് കാണിക്കണം കേട്ടോ. എല്ലായിടത്തും ഉണ്ടെന്ന്, എല്ലായിടത്തും വരും ഞാൻ ഡബ് ചെയ്യും. അതെ അതെ അതെ. വേറെ കുറെ പേര് എനിക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് രാവണ പ്രഭുവിന്റെ ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വൈറലായിരുന്നു. പിന്നെ
എനിക്കിങ്ങനെ ഓർമ്മ പ്രത്യേകിച്ച് നമ്മുടെ മനോജ് കെ ജയൻ്റെ സിനിമയുടെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടു. ഇടവർണ്ണം ചെയ്ത അതും കുഴപ്പമില്ലാതെ വൈറലായിരുന്നു. അങ്ങനെ പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ കുഞ്ചാക്കോവൻ്റെ ചെയ്തതായിരുന്നു. അങ്ങനെ ഓക്കെ. ഇപ്പം നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട്, പോസിറ്റീവും കൂടുതൽ കാണാം. അപ്പം നെഗറ്റീവ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇഷ്ടം പോലെ വരാറുണ്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് കമന്റ്സ്? നമ്മളിപ്പോൾ നല്ലൊരു സാധനമാണ് നമ്മൾ പുറത്തോട്ട് കൊടുക്കുന്നത്, നല്ലൊരു കോണ്ടന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അത്രയും കഴിവായിട്ട് നമ്മളൊരു സാധനം നമുക്കുള്ളിലുള്ള നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് കൊടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടെന്ന് തിങ്ക് ചെയ്തിട്ടുണ്ട്? നമ്മൾ എന്ത് കാര്യം ചെയ്ത് ആദ്യം അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു നെഗറ്റീവ് കമന്റ് അല്ല 2 നെഗറ്റീവ് കമന്റ് വരുമ്പോൾ അങ്ങനത്തെ ചിന്തയുള്ളൂ. പറയുന്നത് പണിക്ക് വെക്കൂടെ അങ്ങനെ വല്ലതുമാണ് വരുന്നത്. അങ്ങനെ കൊണ്ട് അത് കൂടിയത്. അപ്പൊ നമ്മൾ ആദ്യം അങ്ങനെയൊക്കെ ആലോചിച്ച് ഇതെന്താ ഇങ്ങനെ പറയുന്നത്, നമ്മൾ കുഴപ്പമില്ലാതെയാണല്ലോ ചെയ്തത്. അപ്പൊ നമ്മളൊരു പരിപാടി കുഴപ്പമില്ലാതെ ചെയ്തു വെച്ചു. പോലീസ് പിടിച്ചകത്തിടും അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ ആയാലും മെസ്സേജ് ഉണ്ടോ? അയ്യോ പോലീസാണ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, അങ്ങനെ ആയാലും മെസ്സേജ് ഇട്ടുണ്ടോ? ആദ്യമൊക്കെ ഇപ്പൊ എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. പേര് തന്നെ അതല്ലേ ആക്ടർ കോപ്പ് എന്നുള്ളത് ഇട്ടേക്കുന്നത്. അതുകൊണ്ടല്ലേ കോപ്പ് എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആക്ടർ കോപ്പ് എന്ന് ഇട്ടത്. ചിലവർക്ക് അത് റീൽസ് അക്കൗണ്ട് കാണുന്ന റീൽസ് കണ്ടിട്ട് പോലീസാന്ന് അറിയത്തില്ലല്ലോ. ഇപ്പൊ ഞാനൊക്കെ ആദ്യം റീല് മാത്രമേ കണ്ടുള്ളൂ, പിന്നെ അറിയുന്ന പോലീസ്. അപ്പൊ അത് അറിയാതെ വന്ന് ഓരോ കമന്റ് ഇട്ടിട്ട് പിന്നെ അയ്യോ പോലീസാണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇല്ല. അങ്ങനൊന്നുമില്ല. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു മോശം അങ്ങനെയൊന്നുമില്ല. അവരവരുടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പരിപാടി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമാണല്ലോ, എത്ര നല്ലതാണേലും അത് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്. നമ്മൾ ഇടുവാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ ഇടും, എന്തായാലും വരും എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിനെ പാവപ്പെടുത്തിയിട്ട് വേണം അത് ഇടാൻ. റിപ്ലൈ കൊടുക്കാറുണ്ടോ നെഗറ്റീവ് കമന്റ്സിന്? ഇല്ല, ഞാൻ അങ്ങനെ നെഗറ്റീവ് കമന്റ് റിപ്ലൈ കൊടുക്കാറില്ല. പോസിറ്റീവ് കമന്റ്സ് എല്ലാം ഞാൻ നോക്കാറുണ്ട് പരമാവധി, എന്താണ് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലും വലിയ കുഴപ്പമില്ല, ഫേസ്ബുക്കിലാണ് കുറച്ചുകൂടെ നെഗറ്റീവ് കമന്റ്സ് കൂടുതലായിട്ട് വരുന്നത്. ഞാൻ അതുകൊണ്ട് ഫേസ്ബുക്കിലൊന്നും ആക്റ്റീവ് അല്ലാത്ത. ഫേസ്ബുക്കിലൊക്കെ നമ്മള് എന്ന് വെച്ചാൽ അത്രയും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഫേസ്ബുക്കിൽ. അവർക്ക് നല്ലതിട്ടാലും മോശം ഇട്ടാലും ഓരോ കോമന്റ്സ് വരാറുണ്ട്. പക്ഷെ ഇൻസ്റ്റാഗ്രാമില് ഇപ്പോഴത്തെ അതുകൊണ്ടാവും. പിന്നെ അല്ല, അത് പറയുന്ന ഫേസ്ബുക്കിൽ കുറെ പേര് പറയുന്ന ഇത്രേ ഉള്ളൂ, ഇതിന്റെ കാലഘട്ടം കഴിഞ്ഞു പോയി. അത് ടിക്ടോക്കിന്റെ പരിപാടിയായിരുന്നു. ഇപ്പൊ കണ്ടന്റ് കൊണ്ടുപോവാ എന്നുള്ള കൺസെപ്റ്റിലാണ് കുറെ പേര് പറയുന്നത്. അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാണ്, ഇപ്പൊ കണ്ടന്റ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഉള്ളതിനിടയിൽ ചേട്ടൻ്റെ ഒരു റീല് ഡിഫറെന്റ് ആയാണ് ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടത്. പണ്ട് ടിക്ടോക്ക് സമയത്ത് എല്ലാം ഡബിങ്, അപ്പൊ ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ സ്കിപ്പ് അടിച്ച് വിടുമായിരുന്നു. ഞാൻ ടിക്ടോക്കിലുള്ള സമയത്ത് എനിക്ക് ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ ആൾക്കാർ സ്കിപ്പ് അടിച്ച് വിടുമായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരും മറ്റേ ട്രാൻസിഷനും അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും റീൽസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സാധനം ഇടയ്ക്ക് വരുമ്പോൾ ആൾക്കാർ നോട്ട് ചെയ്യും. ചേട്ടൻ അവിടെയും ഡിഫറെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അപ്പൊ നോട്ട് ഇപ്പൊ ചില ആൾക്കാർക്ക് ടിക്ടോക്ക് ആണ്. എനിക്ക് അതാ ഞാൻ പറഞ്ഞു, ചേട്ടൻ കുറച്ചപ്പം റിയൽ റീക്രിയേഷൻ പോലെ നമ്മൾ ചെയ്യുമല്ലോ ഇപ്പൊ ഫോണിലല്ലാതെ. മേ ബി അത് കുറച്ചുകൂടി ആൾക്കാർക്ക് ശ്രദ്ധിക്കപ്പെട്ട് കുറച്ചുകൂടി ഒരു വലിയ ചാൻസ് ഒക്കെ കിട്ടിയാലോ. പ്ലാനിലുണ്ട്. അത് വേറെ ഒരു ടീമുണ്ട്. ഞങ്ങളിങ്ങനെ അത് എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും എല്ലാവരും ഈ പറയുന്ന പോലെ അവരും എല്ലാം പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ക്യാമറമാൻ. ഇഷ്ടമാണോ? ഇഷ്ടക്കുറവൊന്നുമില്ല. അതിനുള്ള ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള പരിപാടികളൊന്നും സംസാരിക്കുകയോ അങ്ങനെ ഒന്നും എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ടീമൊന്നും വർക്കൗട്ട് ചെയ്തിട്ടില്ല. എപ്പോഴാണ് അപ്പൊ ഈ റീൽസ് ഒക്കെ ചെയ്യുന്നത്? ഇപ്പൊ രാവിലെ ഇന്ന പോലെ ഓഫീസിൽ പോകണം, ഇന്ന ടൈമിൽ ഇറങ്ങണം, അപ്പൊ ഇതൊക്കെ എപ്പോഴാണ് മാനേജ് ചെയ്യുന്നത്? ഇതിനെപ്പോഴും റീൽ എടുക്കാൻ പറ്റിയ സമയം എനിക്ക് തോന്നുന്നു വൈകുന്നേരമാണ്, ഒരു 5 to 6 എപ്പോഴും ഒരു സൂര്യാസ്തമയ സമയത്ത്. കാരണം സ്റ്റേഷനിലല്ല, വീട്ടിലേക്ക്. അതെ, ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും എടുക്കുക. അപ്പോൾ ഒരു 4 മണി 5 മണി ആ സമയത്ത് എടുത്താലേ അതിൻ്റെ ഒരു കറക്റ്റ് ലൈറ്റിങ് പരിപാടി എല്ലാം വർക്കൗട്ട് ആവുള്ളൂ. രാവിലെ അത്ര വലിയൊരു ഇതുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉച്ചയ്ക്ക് നമുക്ക് ചെയ്യാനായിട്ട് പാടാണ്. അപ്പോൾ വൈകുന്നേര സമയത്താണ് ഒരുപാട് നമുക്ക് വെട്ടം കണ്ണിലടിക്കുക, കറക്റ്റ് ലൈറ്റിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ആ സമയത്ത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇപ്പൊ ഒരു ഫഹദ് ഫാസിലിന് എന്തെങ്കിലും ഒരു സംഭവം ഓൾറെഡി മറ്റേ സാധനം ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്യാൻ പറ്റുമോ? എന്താ ബേബി മോളെ മറ്റേ ആരാ എന്താന്നൊക്കെ ചോദിക്കലും മറ്റേ മതിലിൻ്റെ അവിടെ നോക്കും, അങ്ങനെ നോക്കണമെന്നല്ല, ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ടോ? വീഡിയോ അത് ചെയ്തിട്ടുണ്ട്. എന്താ ബേബി മോളെ മറ്റേ എന്താ സംസാരിച്ചോണ്ടിരുന്നു, അത് ചെയ്തായിരുന്നു. അത് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ? ഇത് പറ്റത്തില്ലല്ലേ, ഇരുന്നോണ്ട് അത് പാടല്ലേ. അപ്പൊ ഫഹദ് ഫാസിൽ ഇരുന്നോണ്ട് മറ്റേ സംഭവം ചെയ്യാവോ ഇപ്പൊ? ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ ഫോണില് മോളെ മോളെന്നെ സ്വന്തം ചേട്ടനെ പോലെ കാണണം, എന്നാലേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലേ സിമി? എന്താണ് അവന്റെ പേര്? അവന്റെ പേര് ഞാൻ പറഞ്ഞു. ബോബി. ബോബി. എന്താണ് അവന്റെ യോഗ്യത? എൻ്റെ കൂടെ ഈ ടേബിളിലിരുന്ന് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവൻ്റെ യോഗ്യത എന്താ? ഷേവ് ചെയ്ത മോളെ, ഷേവ് ചെയ്താൽ കൊടുക്കാൻ 60 രൂപ എടുക്കാൻ ഇല്ലാത്തവന്.
ചേച്ചി അതൊക്കെ പണ്ട് ബോബി ഇപ്പൊ പണിക്കൊക്കെ പോണു. മോളെ ഞാനല്ലേ സംസാരിക്കുന്നത്, ചേച്ചിയല്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എന്നോടല്ലേ മറുപടി പറയേണ്ടത്? ഇൻസൾട്ട് ചെയ്യണേ മോളെ, ഇൻസൾട്ട്. ആവുന്നല്ല ഏട്ടാ, ബോബിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നല്ല മനസ്സാണ്, അത്രയും മതി. നീ കുറെ കൂതറ സിനിമ കാണുന്നുണ്ട്. അടിപൊളി, താങ്ക് യു. നൈസ് ആയിട്ടുണ്ട്. അത് ആ ഒരു ഫേസ് എക്സ്പ്രഷനാണ് ഏറ്റവും, ഡയലോഗ് ഒടിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ആ ഒരു ഫേസ് എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ റിയൽ ലൈഫിൽ ഷമ്മിയാണ്. എനിക്ക് ഡൗട്ടുണ്ട്, ആ ഒരു മുഖത്തെ ഒരു സൈക്കോത്തരം ഞാൻ കാണുന്നുണ്ട്. ഒരിക്കലും അല്ല, ഇത്ര സംസാരിച്ചിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിലാവും നമുക്കിപ്പോ ഷമ്മി നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ എങ്ങനെയായിരിക്കും, പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ളിൽ ഇത്രയും ആവണമെങ്കിൽ ആ ഒരു ക്യാരക്ടർ എവിടെയെങ്കിലൊക്കെ കാണും. നമുക്ക് അദ്ദേഹത്തിന്റെ പരിപാടികളും പടങ്ങളും എല്ലാം ഇഷ്ടമാണ്. ഈ പറഞ്ഞാല് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ആര് ചെയ്താലും ഞാൻ ആലോചിക്കുന്നത് മറ്റേ സെലിനകത്ത് പ്രതി എടുക്കുമ്പോഴത്തേക്ക് അതിനിടെ എന്താ അതാ ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ സൈക്കോത്തരം ഒന്നും ചെയ്തിട്ടില്ല ലൈഫിൽ, അങ്ങനെ ഇതുപോലെ എന്തെങ്കിലും കാണിക്കുമ്പോ വൈഫ് പറഞ്ഞിട്ടുണ്ടോ ആണോ? അങ്ങനെയല്ല, നമ്മള് ദേഷ്യപ്പെടുമ്പോ അങ്ങനെ എന്തെങ്കിലും ഇല്ല. റിയൽ ലൈഫിൽ അങ്ങനെ ഒരു പാവമാണ്, അങ്ങനെ ദേഷ്യം ഒന്നും അടുത്ത് പെടാത്ത. ഓ ഇല്ല, തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രതി. ഓ അതെ, ഓക്കെ. അപ്പം ഇനി ഒത്തിരി മൂവീസിലൊക്കെ കിട്ടട്ടെ. ആ ഒരു പാഷൻ നമുക്കുണ്ടെങ്കിൽ എന്തായാലും അതിനോട് എത്തുമല്ലോ. ഇപ്പൊ ഇത്രയും എത്തിയല്ലേ, നമ്മളൊരു വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ ഇങ്ങനൊരു ലെവലിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവും? വിചാരിച്ചിട്ടില്ല. എത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇന്റൻഷനിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്തായാലും ഇവിടെ വരെ എത്തി, അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഫാൻസ് ഒക്കെ വന്നിങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ഭയങ്കര ഫാനാണ് ഒത്തിരി, ഇപ്പൊ അങ്ങനത്തെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും, കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാൾ നമ്മുടെ സംസാരിക്കുമ്പോഴായിരിക്കും പറയുന്നത് ഇവിടെയൊക്കെ എത്തുന്നുണ്ടല്ലോ, ഇവരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു, അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ. അപ്പൊ ഇനി ഒത്തിരി മൂവീസിലൊക്കെ കിട്ടട്ടെ. ഒരു മൂവിയൊക്കെ കിട്ടിയിട്ട് എനിക്കൊരു അടിപൊളി ഇന്റർവ്യൂ എനിക്ക് അപ്പൊ കിട്ടട്ടെ. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ എന്താ നമ്മള് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഭാഗ്യം ഉണ്ടാവട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ല ഇന്റർവ്യൂ. സന്തോഷം.